എങ്ങനെയുണ്ട് ഈ പൂക്കി മന്ത്രിസഭ? എങ്ങനെയുണ്ട് ഈ പുതിയ മാറ്റം? എങ്ങനെയുണ്ട് ഈ വിസ്മയം? ജനങ്ങൾ അനുഭവിച്ച് ജനങ്ങൾ തന്നെ തീരുമാനിക്കുക ഇവരെ എന്ത് ചെയ്യണം. ജനങ്ങൾക്ക് വിടുന്നു. വിസ്മയങ്ങൾ പണി തീർക്കും എന്ന് പറഞ്ഞ UDF ഗവൺമെന്റിനെ ജനങ്ങൾ അധികാരത്തിലെത്തിയത്. ഇന്ന് ഒരു ചിരിക്കുന്ന മുഖ്യമന്ത്രിയെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ന്യൂജൻസി വിളിക്കുന്ന പൂക്കി ചിരിയുള്ള മുഖ്യമന്ത്രി സതീശൻ. ആ UDF ഗവൺമെന്റ് ഇപ്പോൾ എന്ത് ചെയ്തു? ഈ പാവങ്ങളുടെ ലൈഫ് ഭവന പദ്ധതിയിൽ കൈയിട്ട് വരികയാണ്. എന്താണ് ഇപ്പോൾ പുതിയ നിയമം കൊണ്ടുവന്നിട്ടുള്ളത്? ഇപ്പോൾ ലൈഫ് ഭവന പദ്ധതിയിൽ ഒരാൾക്ക് അംഗമാകണമെങ്കിൽ 1 ലക്ഷം രൂപ അങ്ങോട്ട് കൊടുക്കണം സർക്കാരിന്. ആ 1 ലക്ഷവും കൂട്ടിയിട്ട് 4 ലക്ഷത്തിനാണ് ഇപ്പോൾ പുതിയ ലൈഫ് പദ്ധതി ഉണ്ടാക്കാൻ പോകുന്നത്. അത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു നിയമത്തിന് കീഴ്വഴങ്ങിക്കൊണ്ടാണ് ഈ സംഭവം നടക്കുന്നത്. ഒപ്പം എന്ത് ചെയ്യണം? 1 ലക്ഷം രൂപ നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയും വേണം. കേന്ദ്രത്തിൻ്റെ നരേന്ദ്രമോദിയുടെ ചില ചിഹ്നങ്ങളൊക്കെ ആ ഉണ്ടാക്കുന്ന വീടുകൾക്ക് മുമ്പിൽ പതിക്കുകയും വേണം. ഇത് ഇടതുപക്ഷ ഗവൺമെന്റിനോടും അന്ന് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു. അന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്: നിങ്ങൾ പണം തന്നാൽ ഞങ്ങൾക്ക് സന്തോഷം, പക്ഷേ ആ വീടുകളുടെ മുകളിൽ ഒരു അടയാളപ്പെടുത്തലും പാടില്ല. അതിൻ്റെ കാരണം ആ വീട്ടിൽ താമസിക്കുന്നവരുടെ ആത്മാഭിമാനത്തെ ബാധിക്കുന്ന കാര്യമാണ്. അങ്ങനെ കേന്ദ്രം തരാതിരുന്നപ്പോൾ എന്നാൽ നിങ്ങളുടെ പണം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് 5.5 ലക്ഷം മനുഷ്യർക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വീടുണ്ടാക്കി കൊടുത്തത്. മറ്റു പലരെയും വീടുകൾ ഉണ്ടാക്കി കൊടുക്കാനുള്ള ശ്രമം മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്താണ് മാറ്റത്തിനു വേണ്ടി ഒരു വോട്ടുമായി കുറേ ആളുകൾ വന്നത്. ജനങ്ങൾ അതിൽ വീണുപോയി. ഇപ്പം എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? 1 ലക്ഷം നമ്മൾ അങ്ങോട്ട് കൊടുക്കണം. 1 ലക്ഷം കൊടുത്ത് നമ്മളുണ്ടാക്കുന്ന വീടിൻ്റെ മുന്നിൽ ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ നരേന്ദ്രമോദിയുടെ അവർ പറയുന്ന ചിഹ്നങ്ങളും ചിത്രങ്ങളും ഒക്കെ വെക്കണം. കഴിഞ്ഞില്ല, പുതിയ വിസ്മയങ്ങൾ വരെയുണ്ട്. പാവപ്പെട്ട മനുഷ്യൻ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നതാണ് മെഡിക്കൽ കോളേജ്. 1957 സഖാവ് EMS ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ സ്ഥാപിച്ചതാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. ആ മെഡിക്കൽ കോളേജിൽ ഇന്നലെ മുതലുണ്ടായിട്ടുള്ള സംഭവം എന്താണ്? ഇതുവരെ അവിടെ സൗജന്യമായിട്ടായിരുന്നു ടെസ്റ്റുകളും പരിശോധനകളും എല്ലാം നടത്തിയിരുന്നത്. ആ വിഭാഗത്തിൽപ്പെട്ട 14 പരിശോധനക്ക് ഇന്നലെ മുതൽ ഈ ആരോഗ്യ വകുപ്പ് അവിടെ ഫീസ് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. 30 രൂപ മുതൽ 800 രൂപ വരെയാണ് വിവിധ വ്യത്യസ്തമായ ടെസ്റ്റുകൾക്ക് ഫീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു രോഗി പറയുന്നു, അയാൾ ഇന്നലെ ബ്ലഡ് ടെസ്റ്റിന് 300 രൂപ കൊടുത്തു, സ്കാനിങ്ങിന് 200 രൂപ കൊടുത്തു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പത്തോളജി ലാബിലെ വിവിധ ടെസ്റ്റുകൾക്ക് 14 ഇനം ടെസ്റ്റുകൾക്ക് 30 രൂപ മുതൽ 800 രൂപ വരെ വാങ്ങുന്ന ഒരു ഗവൺമെന്റാണ് ഈ കേരളം ഭരിക്കുന്നത്. എങ്ങനെയുണ്ട് ഈ പൂക്കി മന്ത്രിസഭ? എങ്ങനെയുണ്ട് ഈ പുതിയ മാറ്റം? എങ്ങനെയുണ്ട് ഈ വിസ്മയം? ജനങ്ങൾ അനുഭവിച്ച് ജനങ്ങൾ തന്നെ തീരുമാനിക്കുക ഇവരെ എന്ത് ചെയ്യണം. ജനങ്ങൾക്ക് വിടുന്നു.